ഹലോ ചങ്ങായിമാരെ, അപ്പം നമ്മുടെ ചിലകാടക്കുട്ടന്മാരും മൈനകളും മോലയും ഞാലിയും അണ്ണാനും ഒക്കെ ഉണ്ട് കേട്ടോ. അവരെല്ലാം ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചിലകാടകൾ കഴിച്ച് തീരാൻ നോക്കി നിൽക്കുകയാണ് കേട്ടോ. നമ്മുടെ മൈനകൾ ഇവരുടെ ഒരു സ്വഭാവമുണ്ട്, ഇടയ്ക്ക് ആരും ശല്യപ്പെടുത്തുന്നത് കാണാറില്ല കേട്ടോ. ഒരാൾ കഴിച്ച് തീർന്നിട്ട് കുറേ സമയം വെയിറ്റ് ചെയ്തിട്ട് നിന്നില്ലെങ്കിൽ ഇവർ ഒച്ചപ്പാടുണ്ടാക്കും. പിന്നെ ഇവർ അറ്റാക്ക് ചെയ്യും, അങ്ങോട്ട് ചാടി വീഴും. കാരണം കുറേ സമയം നമ്മുടെ ചിലകാടക്കുട്ടന്മാർ അവിടെ ഇരുന്ന് കഴിക്കണം കണ്ടിട്ട് മൈനയ്ക്കാണെങ്കിൽ ദേഷ്യം വന്നിട്ട് പാടില്ല, എല്ലാം കൂടെ ഇരുന്ന് ഇപ്പം തീരും എന്ന് നോക്കിയിട്ട് പറ്റണില്ല. ഓരോന്നോരോന്ന് പിന്നെ തിന്നുകൊണ്ടിരിക്കുകയെന്നായിരിക്കും മൂപ്പരുടെ വിചാരം. അതുകൊണ്ട് തന്നെയാണ് മൂപ്പര് തന്നെത്താനെ വന്നിരുന്നുണ്ട്. പിന്നെ കഴിച്ചു കേട്ടോ, കുറേ നേരം കഴിച്ച് കുറേ ഒന്നും രണ്ടും മൈനകളല്ല കേട്ടോ, കുറേ മൈനകളുണ്ടാവും. പിന്നെ ഉണ്ടോ അതിൻ്റെ ഇടയ്ക്കൊരു ചിലകാട വന്നപ്പം നമ്മുടെ മൈനക്കുട്ടനെ ഇഷ്ടപ്പെട്ടില്ല, ഓടിച്ചു വിട്ടാണ് കേട്ടോ. പിന്നെ അവിടെ ഒരു ഓലഞ്ഞാലി ഇരിപ്പുണ്ട്, കണ്ടില്ലേ? 2 പേര് വന്നിരിപ്പുണ്ട് കേട്ടോ, ഓലഞ്ഞാലി. അപ്പോൾ കുറേ സമയം നോക്കി വെയിറ്റ് ചെയ്തിരുന്നു ഇനി മൈന തിന്നിട്ട് പോകാൻ വേണ്ടിയിട്ട്. എന്നിട്ടും നടക്കുന്നില്ല. ഇവരെല്ലാവരും ഒരാൾ കഴിച്ചു കഴിഞ്ഞ ശേഷം മാത്രമേ അടുത്തയാൾ നോക്കിയിരിക്കത്തുള്ളൂ കേട്ടോ, കഴിക്കാൻ വേണ്ടിയിട്ട്. രസമാണ് ഇവരുടെ രീതി. നമ്മൾ ഈ ജനലിൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. പിന്നെ പുറത്തിറങ്ങി നിന്ന് അറ്റടുത്തേക്ക് അങ്ങ് ചെന്നാൽ മൈന ഓടും, നമ്മുടെ ഓലഞ്ഞാലി ഓടത്തൊന്നുമില്ല, ചിലകാടക്കുട്ടന്മാരും ഓടത്തൊന്നുമില്ല കേട്ടോ. അവരെന്നെ കണ്ടു കഴിഞ്ഞാൽ പോകത്തില്ല, നമ്മളായിട്ട് ഭയങ്കര കൂട്ടായതാണ് കേട്ടോ, അതുകൊണ്ട് പോകത്തില്ല. പിന്നെ മൈനകൾ പെട്ടെന്ന് നമ്മുടെ അടുത്ത് വരുമ്പോഴത്തേനും പറന്ന് പോകും കേട്ടോ. അപ്പം നമ്മൾ ഈ ജനലിൻ്റെ സൈഡിൽ നോക്കിക്കൊണ്ടിരിക്കുക, അവരെ ശല്യപ്പെടുത്തേണ്ട, അവർ സന്തോഷത്തോടെ കഴിച്ചിട്ട് പോയിക്കോട്ടെ ഉച്ചക്കത്തെ ഫുഡ്. അപ്പം നമ്മൾ കഴിക്കുന്നതിന് മുമ്പേ തന്നെ നമ്മുടെ പിള്ളേർക്കൊക്കെ ഫുഡ് കൊടുക്കും കേട്ടോ. അവർ കുറച്ച് ഫുഡ് നിലത്തിയടി പോകുന്നതാണ് കേട്ടോ, അതൊക്കെ അവരെല്ലാവരും കഴിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാൻ വന്ന നമ്മുടെ കുഞ്ഞു കൂട്ടുകാരുടെ വിശേഷം ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത ദിവസം വീണ്ടും വരാവേ. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ.